നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റ് ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഹലാലാക്കിയിരിക്കുകയാണ്. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിന് ഹലാല് ഹറാമായിരുന്നു, വലിയ അലർജി ആയിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അനുയായികൾക്കും ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അവരും വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. ഹലാൽ ഫുഡ് വിൽക്കുന്ന കടകളിൽ കയറില്ല, അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കില്ല. മാത്രമല്ല, ആ കടകളൊക്കെ, അത്തരത്തിൽ ഹലാൽ വിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അടപ്പിക്കുന്നതിന് വേണ്ടിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അനുയായികളൊക്കെ ഇറങ്ങിയിരുന്നു. എന്തായാലും ആ അനുയായികളൊക്കെ ഇപ്പോൾ ആർക്കോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ എന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഹറാമല്ല, ഇപ്പോൾ അത് ഹലാലാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് GCC രാജ്യങ്ങൾ കേന്ദ്രത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഭക്ഷണം വേണ്ട. പ്രത്യേകിച്ച് ഈ നോൺ വെജിറ്റേറിയൻ ഒക്കെ ആയിരിക്കും, അതൊക്കെ ആയിരിക്കാം ഇവിടെ ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന കാര്യം അവർ നിർബന്ധം പിടിച്ചത്. എന്തായാലും ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കേന്ദ്രം തയ്യാറായിരിക്കുന്നു. ഏറ്റവും അവസാനം ഒമാൻ പ്രതിനിധികളുമായിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രി നടത്തിയ ചർച്ചയിലാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇവിടെ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ കയറ്റി അയക്കുന്ന കാര്യത്തിൽ ഇനി കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തും, ശ്രദ്ധിച്ചേ മതിയാകൂ. അങ്ങനെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ, ഹലാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ടും വലിയ ഗുണമേന്മയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും കിട്ടും. പ്രത്യേകിച്ച് ഈത്തപ്പഴം, ഏറ്റവും നല്ല ഈത്തപ്പഴമൊക്കെ ഉണ്ടാകുന്നത് ഒമാനിലാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ഒരു എൻട്രി, കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു കവാടമാണ് ഒമാൻ എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ നേരത്തെ ഹലാൽ ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്, ഹലാൽ ഫുഡ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ആ ഭക്ഷണം തന്നെ, അത്തരത്തിലുള്ള ഭക്ഷണം പോലും ഇവിടെ വിൽക്കാൻ അനുവദിക്കരുത്, ആ ഒരു സംസ്കാരം നമുക്ക് വേണ്ട എന്നൊക്കെ ആയിരുന്നു. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ വിൽക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ലാഭമൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു ഭരണാധികാരിയാണ്. എന്തായാലും ആ നിലപാടൊക്കെ ഇപ്പോൾ BJP അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഹലാൽ ഫുഡിനോടുള്ള അയിത്തം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാജ്യത്തുടനീളം ഗോവധവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. രാജ്യത്തെ മുസ്ലിങ്ങൾ ഇനി പശുവിനെ തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്ന ഒരു തീരുമാനമെടുത്തു. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ പശുവിനെ വിൽക്കാൻ ചെന്ന മറ്റിതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു, ഞങ്ങൾക്ക് പശുവിനെ വേണ്ട, പശുവിനെ നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് വാങ്ങിച്ചാൽ ഞങ്ങൾ തല്ലുകൊള്ളേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും. എന്തായാലും ഞങ്ങൾക്ക് മറ്റ് മൃഗങ്ങളെ മതി, പശു എന്തായാലും ഞങ്ങൾക്ക് വേണ്ട, പശു ഞങ്ങൾക്ക് ഹറാമാണ് എന്ന ഒരു നിലപാട് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരും പണ്ഡിതന്മാരും ഒക്കെ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങൾ രാജ്യത്തുടനീളം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. BJP ചതിച്ചു എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കർഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നത്. മാത്രമല്ല, രാജസ്ഥാനിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഈ പശുവിനെ തെരുവോരത്ത് ഉപേക്ഷിച്ച് അവിടെ കിടന്നത് ചീഞ്ഞളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഹലാലിനോടുള്ള അയിത്തം വേണ്ടെന്ന് വെച്ചു. ഹലാല് ഇനി മുതൽ ഹറാമല്ല, ഹലാൽ തന്നെയാണ് എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.